നമസ്കാരം സുഹൃത്തുക്കളെ, ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് പൂജപ്പുരയിലുള്ള LBS എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മുന്നിലാണ്. നമ്മുടെ ഇവിടുത്തെ മിടുക്കികളായ പെൺകുട്ടികൾ അവർ നിർമ്മിച്ച, അത് രാജ്യത്തിലെ തന്നെ വലിയൊരു സംഭവമാണ്. ആദ്യത്തെ ഒരു സാറ്റലൈറ്റ് ജനുവരി മാസത്തിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലാഗ് ഓഫ് ഫംഗ്ഷൻ ഇവിടെ നടക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കാം. ഇത് LBSലെ ഈ VSATൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാണ്. അപ്പോൾ നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. മാഡം ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ലിസി എബ്രഹാം. ഞാൻ ഈ VSAT വിമൻ എഞ്ചിനീയർ സാറ്റലൈറ്റിൻ്റെ പ്രോജക്റ്റ് ലീഡായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ ഇത് ബാക്കിയുള്ളവരും ഒന്ന് പറയാമോ പേരൊക്കെ? എൻ്റെ പേര് വരലക്ഷ്മി, സെക്കൻഡ് ഇയർ ആണ്. ഓക്കെ. എൻ്റെ പേര് സൂര്യ, കറണ്ട് കോർഡിനേറ്റർ ആണ്. ഓക്കെ. ദേവിക, ഞാൻ കറണ്ട് കോർഡിനേറ്റർ. ഓക്കെ. ഞാൻ ശ്രുതി, ഞാൻ എക്സ് കോർഡിനേറ്റർ ആണ്. ഓക്കെ. എൻ്റെ പേര് കൗസല്യ, എക്സ് കോർഡിനേറ്റർ. പേര് അന്ന, പ്രീവിയസ് ഇയർ മെമ്പറാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചാനലിൻ്റെ പ്രേക്ഷകർക്കായി ഈ ഒരു VSAT എന്നൊരു പ്രോജക്റ്റിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ മാഡം? VSAT വിമൻ എഞ്ചിനീയർ സാറ്റലൈറ്റ് നിങ്ങളെല്ലാം മീഡിയയിൽ കൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡൻറ് സാറ്റലൈറ്റ് ആണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വിമൻ ലെഡ് സാറ്റലൈറ്റ് ആണ്. ഇത്തരത്തിലൊന്ന് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എത്ര സമയം എടുത്തു നിർമ്മിക്കുവാനായിട്ട്? ഇത് ഏതാണ്ട് ഒരു വർഷത്തെ കഠിനാധ്വാനമാണ് ഇതിൻ്റെ പിന്നിൽ. കഴിഞ്ഞ 4 വർഷമായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഈ സാറ്റലൈറ്റ് എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് മുകളിൽ ചെന്ന് കഴിയുമ്പോൾ? ഇത് ബഹിരാകാശത്തിലുള്ള, അതായത് സ്പേസിലുള്ള അൾട്രാവയലറ്റ് റേഡിയേഷനുകളുടെ പഠനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്? അത് ഇതിന് എല്ലാം കൂടെ ഒരു 30 ലക്ഷം ആണ് ചെലവ്. ഇതിൻ്റെ ഒരു 10 ലക്ഷം സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഫണ്ടിങ്ങും, പിന്നെ ബാക്കി കേരള ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി ഫണ്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇതിൽ പങ്കെടുത്ത കുട്ടികളെന്ന് പറയുന്നത് ഫ്രഷേഴ്സ് മാത്രമാണോ, സീനിയേഴ്സ് എല്ലാവരും ഉണ്ടോ? അല്ല, സീനിയേഴ്സ്. ഞാൻ ഗ്രൂപ്പ് ചെയ്യുന്ന 4ാമത്തെ ബാച്ചാണ്. 2019 മുതലുള്ള സ്റ്റുഡൻസ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമായി, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ വിശേഷങ്ങൾ പറയുന്ന ഒരു ചാനൽ എന്നുള്ള നിലയിൽ ഈ ഒരു സംഭവത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. വളരെ നന്ദി. ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ജയമോഹൻ സാറാണ്. സാർ നമസ്കാരം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കായി ഈ ഒരു നടന്ന ഒരു സംരംഭം, ഈ കുട്ടികളുടെ പ്രയത്നം, അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? നമ്മൾ കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങളായിട്ടുള്ള ഒരു പ്രയത്നമാണ്. എൻ്റെ സഹപ്രവർത്തക ഡോക്ടർ ലിസി എബ്രഹാമാണ് ഇതിൻ്റെ ഒരു പ്രധാന ആസൂത്രണവും പ്ലാനിങ്ങും എല്ലാം ചെയ്തത്. ഇത് നമ്മുടെ അധ്യാപികമാരുടെ മേൽനോട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥിനികൾ തന്നെ രൂപകൽപ്പന ചെയ്ത് അവർ തന്നെ നിർമ്മിച്ച ഒരു ചെറിയൊരു ഉപഗ്രഹമാണ്. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള അൾട്രാ വയലറ്റ് റേസിനെ പറ്റി പഠനമാണ്. പ്രത്യേകിച്ച് അന്തരീക്ഷ താപനം ഉണ്ടാക്കുന്ന അൾട്രാ വയലറ്റ് റേസിനെ പറ്റി പഠിക്കുക എന്നാണ് ഈ പറഞ്ഞ ഉപഗ്രഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് പഠിച്ച മുൻ വിദ്യാർത്ഥിനികളും അവരുടെ സമയത്ത് ആരംഭിച്ചതാണ്. തുടങ്ങിയ ശേഷം കോവിഡ് വന്നു, അതിനെക്കുറിച്ച് ഡിലേ വന്നു. പക്ഷെ ആ സമയത്ത് തന്നെ നമ്മൾ ഇവിടെ കോളേജിൻ്റെ മേളിൽ ഒരു സ്റ്റേഷൻ സ്ഥാപിച്ചു. ഇനി നമ്മുടെ ഈ സാറ്റലൈറ്റ് ഈ ജനുവരി 1-ാം തീയതി ലോഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇത് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ നമുക്ക് ഇവിടെ കിട്ടുമല്ലേ? കിട്ടും തീർച്ചയായിട്ടും. പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്തിന് മുകളിലുള്ള ഈ അൾട്രാ വയലറ്റ് റേസിനെ പറ്റിയുള്ള പഠനമാണ് അത് ലക്ഷ്യം. അത് കാരണം ഇപ്പം നിലവിൽ അതിനെ പറ്റിയൊരു വ്യക്തമായ ഡേറ്റ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മുടെ സാറ്റലൈറ്റ് പോയിട്ട് അതിനെപ്പറ്റി പഠിച്ച് ആ ഡേറ്റ കിട്ടിയിട്ട് അത് വെച്ചിട്ട് വേണം ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പറഞ്ഞ അന്തരീക്ഷത്തിൻ്റെ താപം കൂടുന്നതിനെ എങ്ങനെ ചെറുക്കാമെന്നുള്ള പഠനങ്ങളൊക്കെ ആരംഭിക്കാൻ ശേഷം പറ്റുള്ളൂ. എന്തായാലും നമ്മുടെ വിദ്യാർത്ഥിനികളുടെയും ആ ഉത്സാഹവും ഇവിടുത്തെ അധ്യാപികമാരുടെ മേൽനോട്ടവും അതിനെ അതിന് ചില മതിയാവും. അതെ. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പൽ, ഇതിൻ്റെ എല്ലാം മേധാവി എന്നുള്ള നിലയിൽ താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണ്. അതെ, തീർച്ചയായും. അപ്പോൾ എല്ലാവിധ ആശംസകളും നമ്മുടെ ചാനലിന് വേണ്ടി നേരുകയാണ്. വളരെ നന്ദി. ഇതാണ് ഈ സാറ്റലൈറ്റ്. കണ്ടാൽ ഇത്രയേ ഉള്ളൂ. ഒരു 1.5 കിലോ ആണ് ഇതിൻ്റെ ഭാരമെന്നാണ് മാഡം പറഞ്ഞത്. അപ്പോൾ ഇതാണ് സംഭവം. ഈ സാധനമാണ് നേരെ ബഹിരാകാശത്തേക്ക് പോകുന്നത്.
invite Dr. Lizzie Abraham, VSAT Principal Investigator, for giving a brief address on VSAT. ഗുഡ് ഈവനിങ് ഓൾ. വളരെ റിലീഫ് തോന്നുന്ന ഒരു ദിവസമാണ്. അപ്പം ഇന്ന് ഞങ്ങൾ ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഞാനും സ്റ്റുഡൻറ് കോർഡിനേറ്റർമാരായ ദേവികയും സൂര്യയുമായിട്ട് ശ്രീഹരിക്കോട്ടയിലോട്ട് സതീഷ് ധവാൻ സ്പേസ് സെന്ററിലോട്ട് പുറപ്പെടുകയാണ്. അപ്പം ഞങ്ങളുടെ ഈ സാറ്റലൈറ്റിന്റെ റിവീലിംഗ് സെറമണി ഡിസംബർ 4-ാം തീയതി BSSC ഡയറക്ടറും PSLV പ്രോജക്ട് ഡയറക്ടറും അനാവരണം ചെയ്തു. BSSCക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തു. ഇത് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം ഇത് അതിന്റെ എല്ലാ ടെസ്റ്റും ക്വാളിഫൈഡ് ആയി, ഇത് സ്പേസ് ക്വാളിഫൈഡ് ആൻഡ് റെഡി ടു ലോഞ്ച് കണ്ടീഷനിലാണ് ഞങ്ങളുടെ VSAT വിമൻ എഞ്ചിനീയർഡ് സാറ്റലൈറ്റ്. ഇത് കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡൻറ് സാറ്റലൈറ്റ് ആണ്. BSSC അല്ലാതെ സ്റ്റുഡൻസ് അല്ലാതെ സ്റ്റാർട്ടപ്പുകളോ ഒന്നും തന്നെ കേരളത്തിൽ നിന്ന് ഇത് ലോഞ്ച് ചെയ്തിട്ടില്ല. BSSCക്കും ഇതൊരു അഭിമാന മുഹൂർത്തമാണ്. ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വിമൻ ലെഡ് സാറ്റലൈറ്റ് ആണ്. ഇപ്പം ഈ ഇടയ്ക്ക് എന്നോട് ഒരു മീഡിയ പേഴ്സൺ പറഞ്ഞു, നിങ്ങൾക്കിത് ഗിന്നസ് റെക്കോർഡിന് തന്നെ അപ്ലൈ ചെയ്യാം. ഞാൻ നോക്കിയിട്ട് ലോകത്തിൽ തന്നെ ഇങ്ങനെ വിമൻ ലെഡ് വിമൻ എഞ്ചിനീയറിംഗ് കോളേജ് ഓർ വിമൻ കോളേജ് വിമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ലോഞ്ച് ചെയ്യുന്ന ആദ്യത്തെ സാറ്റലൈറ്റ് ആണ്. അപ്പോൾ ഇതൊരു പക്ഷേയല്ല, ഇതോടൻ തന്നെ താമസിയാതെ നിങ്ങൾക്ക് വിക്കിപീഡിയയിൽ VSAT സെർച്ച് ചെയ്യാൻ ഇതാ കിട്ടും. ഇന്നലെ ഞാൻ വെറുതെ അലക്സയോട് ചോദിച്ചു, അലക്സ കറക്റ്റായിട്ട് ആൻസർ തന്നോ. ഇത് ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന ഒരു കുഞ്ഞൻ സാധനമാണ്. ഇത് PSLV C58 മിഷൻ. അതിനൊരു പ്രത്യേകതയുണ്ട്. അത് ഇന്ത്യയുടെ ഷഷ്ടിപൂർത്തി PSLV മിഷനാണ്. ഇന്ത്യയുടെ 60ാമത്തെ PSLV മിഷനാണ്. അതിലാണ് ഇത് ബഹിരാകാശം തൊടുന്നത്, അല്ലെങ്കിൽ ആകാശ സീമകളെ ഭേദിക്കുന്നത്. ഇത് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇവരോട്, ഈ ദേവിയോട് സൂര്യയോടും പറയും, ഈ പ്രായത്തിൽ ഇതൊരു ഭയങ്കര ഭാഗ്യമാണ്. കാരണം ആ ലോഞ്ച് പാഡിന്റെ അടുത്തൊക്കെ ഒരു മനുഷ്യർക്കും പ്രവേശനമില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആക്ച്വൽ PSLV എന്ന് പറഞ്ഞാൽ BSSCയിലൊക്കെ പോയിട്ടുണ്ട്, നമുക്കെല്ലാം ഇപ്പം അറിയാം. ഒരു 15 നില ബിൽഡിങ്ങിന്റെ അത്രയും വലിപ്പമുള്ള ഒരു PSLV ആണ്. അതിന്റെ 1:10 സ്കെയിൽഡ് ഡൗൺ വെർഷൻ ആണ്. ആ 15 നില വലിപ്പത്തിൽ അതിന്റെ 4ാമത്തെ 4th സ്റ്റേജിൽ ഏറ്റവും മുകളിലാണ് ഞങ്ങൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ ആദ്യമൊക്കെ വിചാരിച്ചു ഇതിങ്ങനെയൊക്കെ ഉണ്ടാക്കി അവിടെ കൊടുത്താൽ മതി, അവർ ബാക്കി നോക്കിക്കോളും. പക്ഷേ ഇത് ഞങ്ങൾ തന്നെ കൊണ്ടുപോകണം, ഞങ്ങൾ തന്നെ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. പക്ഷെ ഇതൊക്കെ വളരെ വളരെ എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യങ്ങളാണ്. ഇതുവരെ ആർക്കും ചെയ്യാൻ പറ്റാത്ത പലതുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആലീസ് ഇൻ വണ്ടർലാൻഡ്, ആലീസ് ഓരോ മുറിയും തുറക്കുമ്പോൾ അത്ഭുതങ്ങളുടെ കലവറ കരുതി വെച്ചതുപോലെ ഇവിടെയും ഈ കഴിഞ്ഞ ഒരു വർഷം അത്ഭുതങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു. അതിന് എന്നോടൊപ്പം സഹകരിച്ച പഴയ കുട്ടികളുമുണ്ട്. അവരും വളരെ എക്സൈറ്റഡ് ആയി ഇരിക്കപ്പെടുന്നില്ലാതെ വർക്കിംഗ് ടൈമൊക്കെ എങ്ങനെയൊക്കെ ഷിഫ്റ്റ് ചെയ്ത് ഒക്കെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത് 2019 തുടങ്ങി 250ഓളം കുട്ടികൾ ഇതിന്റെ പിന്നിലുണ്ട്. കോവിഡ് സമയത്ത് പോലും നമ്മൾ ഉറങ്ങാതിരുന്ന് വർക്ക് ചെയ്തതിന്റെ ISROയുമായിട്ട്, ഇൻസ്പേസ് ഡിപ്പാർട്ട്മെന്റ് സയൻസുമായിട്ട്, BSSCയുമായിട്ടൊക്കെ ഒരു 20ഓളം മീറ്റിങ്ങുകൾ നടത്തിയാണ് ഇതൊരു പൂർണ്ണതയിലെത്തിയത്. ഈ അവസാന കുറച്ച് നാൾ, കഴിഞ്ഞ ഒരു മാസമൊക്കെ ഞാനും കുട്ടികളും ഇതിന്റെ ഫാക്കൽറ്റി കോർഡിനേറ്റേഴ്സും ഒക്കെ PSSCക്കകത്തൊക്കെ പല ദിവസങ്ങളിലും, മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ മാറി മാറി അവിടെയുള്ള ഒരു 100ഓളം സയന്റിസ്റ്റ്, ടെക്നിക്കൽ എഞ്ചിനീയേഴ്സ്, അങ്ങനെയൊക്കെ ഒത്തിരി പേര് ഇതിന്റെ പിന്നിൽ കുറെ എത്തിയപ്പം ഇത് അവരുടെയും ഒരു സാറ്റലൈറ്റ് ആയി. ഞങ്ങൾ ലാസ്റ്റ് ഒരു എക്യുപ്മെന്റ് ബേ ചെക്കിംഗ് ഉണ്ട്, ലാസ്റ്റ് ചെക്കിംഗ്. അത് ഇതിനകത്ത് മൊത്തം 10 പേലോഡ്സ് ആണ് ഉള്ളത്. ആ 10 പേലോഡ്സിന്റെ ആൾക്കാർ ഇവിടെ വന്നിട്ട് അത് ചെക്ക് ചെയ്യുന്നത് BSSC ആണ്. അതിനുള്ള പ്രൊവിഷൻ അവിടെയാണ് വരേണ്ടത്. ഇപ്പം കേരളത്തിൽ നിന്ന് ഞങ്ങൾ മാത്രമാണ്, അതിൽ തന്നെ സ്റ്റുഡൻസ് ആയിട്ട് ഈ 2 കുഞ്ഞുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം വലിയ വലിയ സ്റ്റാർട്ടപ്പുകളൊക്കെയാണ്. അപ്പം ഇതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമാണ്. ഇത് ഞാൻ അന്ന് റിവീലിങ്ങിന് പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ ഈ ഒരു നേവി ബ്ലൂവിൽ നിൽക്കുന്ന നമ്മളെല്ലാം ഇതിന്റെ തൊഴിലാളികളാണ്. അൾട്ടിമേറ്റ്ലി ഇത് LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമൻ പൂജപ്പുരയുടെ സ്വന്തം ബേബിയാണ്. ഇതിനുവേണ്ടി ഞങ്ങളോടൊപ്പം നിന്ന ഇതിന്റെ ബോർഡ് ഫാദർ ഡയറക്ടർ അബ്ദുൾ റഹ്മാൻ സാറിന് വരാൻ പറ്റിയില്ല.
അതുപോലെ പ്രിൻസിപ്പൽ ജയമോഹൻ സാറ്, ഇവരൊക്കെ ആദ്യം മുതലേ ഈ ഒരു ശൂന്യതയിൽ നിന്ന് നമ്മൾ കഥ അറിയാതെ ആട്ടം തുടങ്ങിയെങ്കിലും നമ്മളോടൊപ്പം ഒരുപക്ഷെ നമ്മളെ വിശ്വസിച്ച് വളരെ ഞങ്ങൾക്ക് സർവ്വ സപ്പോർട്ടുമായിട്ട് കൂടെ നിന്നു. ഇന്ന് മിനിസ്റ്ററിന് ഞാൻ ജസ്റ്റ് ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചതേ ഉള്ളൂ. മിനിസ്റ്റർ ഇങ്ങോട്ട് എന്നെ വിളിച്ചു, നന്ദി പറഞ്ഞു. ഇന്ന് മിനിസ്റ്ററിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതുപോലെ തിരുവനന്തപുരം MP ശശി തരൂർ സാറിന്റെ റിവീലിംഗ് സെറമണിക്കൊക്കെ എത്തണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. സാറൊക്കെ വളരെ ആവേശത്തോടെ ഇങ്ങോട്ട് എന്നെ നേരിട്ട് വിളിച്ചൊക്കെ ചോദിക്കുമായിരുന്നു. അതുപോലെ ഇതിന് ഫണ്ട് സാങ്ഷൻ ചെയ്തു തന്ന സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, സ്റ്റേറ്റ് ഗവൺമെന്റ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO, പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശേഖർ ലൂക്കോസ് സാറ്, പിന്നെ ഫണ്ട് സാങ്ഷൻ ആകാനായിട്ട് ആദ്യം മുതൽ തന്നെ നമ്മളോട് കൂടെ നിന്ന ശ്രീ IV സതീഷ് MLA, ഇവർക്കെല്ലാമുള്ള നന്ദി. പിന്നെ ഈ കോളേജിലെ ഓരോ വ്യക്തിക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. So, good evening, my respected colleagues, Professor Suman Shekhar, and other faculty members, Dr. Nisya Udam, Professor Jayasri, Janishna, and all of us, dear staff members, media persons, dear students, my friends, former students, present students. വളരെ സന്തോഷമുണ്ട്. ലിസി ഇതിനെ പറഞ്ഞത് because even though she said it's a small satellite, for us it is very big. അത് കുഞ്ഞനല്ല, ഒരു വലിയ സാറ്റലൈറ്റ് ആണ് for us. എന്തായാലും അതിന്റെ പ്രവർത്തനം 2019 ആരംഭിച്ചതെങ്കിലും അതിന്റെ പറ്റിയുള്ള സ്വപ്നങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പാണ് എനിക്ക് ഓർമ്മയുണ്ട്. ടെക്നിക് സമയത്തൊക്കെ ഇവിടെ റിസർച്ച് ഫണ്ടിങ് മീറ്റിംഗിലൊക്കെ 2014-15 ആ സമയത്ത് ലിസി പറയുമായിരുന്നു നമുക്ക് മേളിൽ സ്റ്റേഷൻ സ്ഥാപിക്കണം, തിരുക്കാത്ത സാറ്റലൈറ്റ് വിടണം. അന്ന് ഞാനായിരുന്നു ഡീപ് റിസർച്ച്. അപ്പം ഞാൻ കേൾക്കുകയാണെങ്കിൽ അന്നത്തെ വിശ്വാസം വന്നില്ല. പിന്നെ ലിസി പറഞ്ഞു ചെയ്തു, ഇവിടുത്തെ സ്റ്റേഷനൊക്കെ അല്ലാതെ ഇൻസ്റ്റാൾ ചെയ്തു. പക്ഷെ പിന്നീട് ആ ഒരു വലിയൊരു ഡ്രീം ഷീ വാസ് ചേസിങ് ഇറ്റ് ഇത്ര എഗൻസ്റ്റ് ഓൾ ദ ഓഡ്സ്. അത്രയും പ്രശ്നങ്ങളും അത്രയും പ്രയാസങ്ങളുടെ മധ്യത്തിൽ ആ കോവിഡിന്റെ ഇടയിൽ കൂടെ ആ ലിസിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള നിശ്ചയദാർഢ്യം അവർ കൺഗ്രാജുലേറ്റ്, അവർ അപ്രീഷിയേറ്റ്, പഠിക്കുക. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു സ്വപ്നവും അപ്രാപ്യമല്ല. ഇഫ് യു ഹാവ് ദ ഡ്രീം, ഇഫ് യു ഹാവ് എ സ്ട്രോങ് ഡ്രീം, it is possible. Anyway, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതിന്റെ തുടക്കം മാത്രമാകട്ടെ. I wish our small satellite a safe flight to its particular position. Thank you. Best wishes. HOD of EC department for giving our wishes for the next. Good evening all. It's really a moment of great pleasure, proud and prestige. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ സ്പേസ് ക്ലബ് അംഗങ്ങളോട് വളരെയധികം ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുകയാണ്. പ്രത്യേകിച്ചും സ്പേസ് ക്ലബ് കോർഡിനേറ്റർ ഡോക്ടർ ലിസി എബ്രഹാം, അതുപോലെ ഡോക്ടർ രശ്മി, ഡോക്ടർ സുമിത്ര, അവരെല്ലാം ഇതിന് പിന്നിൽ കുറേ മൂന്ന് വർഷങ്ങളായി ഞാൻ പലപ്പോഴും കാണാറുണ്ട്. വൈകുന്നേരങ്ങളിലും ശനിയാഴ്ചയും ഞായറാഴ്ചയും എല്ലാം നമ്മുടെ കുട്ടികളും അതോടൊപ്പം അവരുടെ ഗൈഡ് ലിസി ടീച്ചറും രശ്മി ടീച്ചറും സുമിത്ര ടീച്ചറും എല്ലാം അതിൻ്റെ പുറകെ തന്നെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. I am really proud of them and I wish all the success to our satellite. Thank you. Mitra MD, the faculty coordinator of VSAT for delivering the water tanks. Good evening all. I take this moment to convey our thanks on behalf of the Space Club of LBS ITW. I would like to express our heartfelt thanks to our director, Dr. M. Abdul Rahman, for the wholehearted support he has given throughout the mission. Our dear principal, Dr. J. Mohan J. and Honorable Minister, Dr. R. Bindu, for supporting us, and Startup Mission for granting us the fund for making this satellite a real project. Thank you all. Thank you for this gathering, and I wish all the success to our mission. Thank you. Most awaited moment, that is the flag off to a satellite on its journey to stars. As we are proceeding to the Sriharikota for the launch. The launch is scheduled on 1st January 2024 in PSLV C58, that is India's 16th PSLV mission from the Satish Dhawan Space Center, Sriharikota. Okay. So